ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ നടന്നത് എവിടെ പോകാമെന്നല്ലേ പറഞ്ഞുതരാം. നമ്മൾ കടലിൽ പോകണം. ഞാൻ റീലെടുക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ ചെയ്തത്, പക്ഷേ റീലിന് പകരം ഇങ്ങനെയായിരുന്നു ഉപകരിച്ചത്. അപ്പോൾ എവിടെ അറിയോ? അഴീക്കൽ ബീച്ച്. നമുക്ക് പിന്നെ അടുത്ത എല്ലാം പ്രിയപ്പെട്ട് പോകണമെങ്കിൽ അഴീക്കൽ ബീച്ചേ പറ്റത്തുള്ളൂ ഗൈസ്. നമ്മൾ നേരെ വന്ന് തന്നെ എവിടെ കയറി, അത് നമ്മൾ നേരെ വന്നപ്പോഴത്തേക്ക് കുന്താസമ്മക്കാണെങ്കിൽ ചായ വേണമെന്ന് പറഞ്ഞ് ചായ മേടിച്ച് നമ്മൾ കുടുക്കാണ്, കണ്ടില്ലേ? അപ്പോൾ ഉണ്ട് നമ്മൾ ചായ മേടിച്ച് കുടിക്കുകയാണ്. അവർ രണ്ട് ലിഫ്റ്റ് ആൻഡ് ടീ ആണ് കുടിച്ചേട്ടോ. എനിക്ക് കൊടുക്കാൻ ഇഷ്ടമല്ല ഈ ലിഫ്റ്റ് ആൻഡ് ടീ കേട്ടോ, എന്തോ ഒരിതാണ്. അപ്പോൾ പിന്നെ ഞാനാണെങ്കിൽ പോയി ചെരുപ്പൊക്കെ ആണെങ്കിൽ ഇത് ദിയാടെയും ഉമ്മയുടെയാണ്. ഇന്നെല്ലാം കൂടി ചെരുപ്പ് വേണം, എന്നാലല്ലേ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മൾ ചെരുപ്പൊക്കെ കൊണ്ടിട്ടുണ്ട്. വെള്ളം നല്ല തിരമാല നമ്മളെ വലിച്ചു കുറച്ചുകൊണ്ട് പോകുന്ന രീതിക്കല്ലേ വരുന്നത്. അതുകൊണ്ട് തന്നെ ചെരുപ്പ് പോയാലോ ആകെ ഒന്നേ ഉള്ളൂ ഗൈസ്, നല്ലപോലെ തന്നെ സൂക്ഷിക്കണം. അപ്പം നമ്മൾ അതിനുശേഷം തായ്ഫിൻ്റെ നിർബന്ധപ്രകാരം നമ്മൾ എന്ത് ഓർഡർ ചെയ്തു? പാനിപ്പൂരി എത്ര കെമിക്കൽ ചേർത്തുണ്ടാക്കിയാലും എന്ത് ചേർത്തുണ്ടാക്കിയാലും പാനിപ്പൂരി ഇറ്റ്സ് മൈ ഫേവറേറ്റ്. അത് ഇപ്പോഴെങ്ങാണ്ടാണ് ഞാൻ പാനിപ്പൂരി കഴിക്കാൻ തുടങ്ങിയതും, പക്ഷേ ഇപ്പോഴെങ്ങാണ്ട് തന്നെയാണ് അതിൻ്റെ പ്രിയമാകാൻ തുടങ്ങിയതും. പോട്ടെ. നമ്മൾ അതിനുശേഷം കടലിലേക്ക് പോവുകയാണ്. കടലിലേക്ക് പോയ വീടൊന്നും നമ്മൾ എടുത്തില്ല കേട്ടോ, കാരണം തിരമാലയൊക്കെ വന്ന് എനിക്ക് നിൽക്കാൻ കെൽപ്പില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് ഫോണും പിടിച്ച് നിൽക്കുന്നത്? ഒരു 6 ചെരുപ്പിടെ കിടക്കുകയാണ്, അത് നമ്മൾ എടുക്കത്തൂടാ. അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ പോയി എന്ത് ചെയ്തു? കടലിറങ്ങിയതിന് ശേഷം നമ്മളാണെങ്കിൽ നേരെ വന്ന് ഓർഡർ ചെയ്ത് എന്താണ്? നമ്മുടെ കോളിഫ്ലവറാണ്. കോളിഫ്ലവർ മുകളിൽ സോസൊക്കെ ഇട്ട് കിടക്കുന്ന കോളിഫ്ലവർ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ, എന്തോ സോസിൻ്റെ അതൊക്കെയാണ്. പിന്നെ ഞാൻ ഉമ്മേനെ നിർബന്ധിച്ച് അങ്ങനെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു കോളിഫ്ലവർ, കണ്ടില്ലേ? ഇതാണ്. അങ്ങനെ അതെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ ഓർഡർ ചെയ്തു കേട്ടോ. അത് അവരിങ്ങനെ കോരി എടുക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഒരു രസം തന്നെയല്ലേ. അവർ പിന്നെ സോസ് ഒഴിക്കുന്നതിൻ്റെ അപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും ഇത് തുടങ്ങി. അടുത്ത് നമ്മൾ മുളക് ബജി. എൻ്റെ പൊന്ന് സാറേ, അഴീക്കല്ല മുളക് ബജി ഒരു സെറ്റാണ്. പിന്നീട് കുറച്ച് പോസും കാര്യങ്ങളും നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട്. നല്ല വെയിലാണ്. അതിനുശേഷം സൂര്യൻ്റെയും കുറച്ച് ഇതുണ്ട്. പിന്നെ ഇത് നമ്മുടെ നേച്ചറിൻ്റെ ഇത് ഞാൻ വാൾപേപ്പർ ഇടാൻ വേണ്ടി എടുത്തതാണ് ഓരോ ഫോട്ടോസും. എൻ്റെ അതിലേതാണ് ഇഷ്ടപ്പെട്ട വെച്ചെടുക്കാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതും ഒക്കെ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് ഏതാണ് വാൾപേപ്പർ ഇടേണ്ടത് ഭയങ്കര കൺഫ്യൂഷൻ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. പിന്നെ ഇതും. അപ്പോൾ പിന്നെ ഞാൻ ഏതോ കുറച്ച് സ്റ്റാറ്റസ് ഇട്ടും ഞാൻ എനിക്ക് ഉമ്മയുടെയും കുറച്ച് പിക്കുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളാണെങ്കിൽ എല്ലാം കഴിഞ്ഞ് വീണ്ടും ഐ ലവ് അഴീക്കൽ എന്നുള്ളതിനകത്ത് വേണ്ട വന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ പോവാണ്. എവിടെ പോവാണ്? എൻ്റെ ബാക്കിൽ കാണുന്നതാണ് എൻ്റെ അഴീക്കൽ ബീച്ച്, അഴീക്കൽ പാലം. അങ്ങനെ അഴീക്കൽ പാലത്ത് അവളെ കയറിയില്ല. പാലത്തിൽ കയറിക്കാൻ നല്ല പേടിയാണ്. പാലം വല്ലതും ഇടി താഴെ വീഴുന്നു. പക്ഷെ നമുക്കറിയാം പാലം നല്ല സ്ട്രെങ്ത് ഉള്ള പാലമാണ്. പക്ഷേ ഇടിഞ്ഞങ്ങോട്ട് താഴെ വീഴുമെന്ന് പേടിയാണ്. എനിക്ക് പേടിയൊന്നുമല്ല, എന്തോ അതിന് മുകളിൽ പോയി കാലും കഴിക്കുന്നു പറയും കേട്ടോ. അത് നമ്മൾ നേരെ കാറിൽ കയറിയിട്ടുണ്ടായിരുന്നു. കാറിൽ കയറിയിട്ട് ഇറങ്ങിയോ എന്ന് ചോദിക്കല്ലോ കേട്ടോ. നമ്മളാണെങ്കിൽ ആ ഒരു പിക്കിന് മുന്നേ കുറച്ച് പിക്ക് ഞാൻ എടുത്തായിരുന്നു, പക്ഷെ അതാണെങ്കിൽ ഫസ്റ്റ് അപ്ലോഡ് ചെയ്തില്ല. അതാണ് ഇതിനൊന്നൊരു മിസ്റ്റേക്ക് കിട്ടും കേട്ടോ. ഇതാണ് പിന്നീടെന്ന് പറയുക, ഇതാണ് നമ്മുടെ കായലിലോട്ട് പോകുന്നത്. കുറേ പേരുണ്ട്, കുറേ ഒരു ബോട്ടിങ് ചെയ്യുന്നത് കണ്ടില്ല. എൻ്റെ പൊന്നുള്ളത് കാണുമ്പം കൊതിയാക്കിയുണ്ട് ബോട്ടിങ് ചെയ്യുന്നത്. പക്ഷേ കാണുമ്പം കൊതിയാണെങ്കിലും അത് കയറുമ്പോൾ ഞാൻ കിടന്ന് കുലുക്കി താഴെ വീണു. എനിക്ക് ഭയങ്കര പേടിയാണ്. അതെല്ലാം കണ്ട് സുഖിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് നമ്മളാണെങ്കിൽ അവിടെ കാറിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ കാലിൻ്റെ കുറച്ച് പോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഐ ലവ് അഴീക്കലിനടുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും എന്താണെന്നറിയോ, ഒരു കുഞ്ഞ് ഫോട്ടോഷൂട്ട് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അഴീക്കലിനകത്ത് വരണം. അതിന് മുകളിൽ തുപ്പാശ്ശേരി ക്ലോത്ത് സെൻ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. എന്തിനാണ് എഴുതിയിട്ടുണ്ട്?